ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു മങ്ങിയ വീഡിയോ ആയിട്ട് നാവിലെ ചിന്തിക്കുന്നത്. നല്ല മഴയാണ് കേട്ടോ. കേരളത്തിൽ എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കരുതണം നമ്മൾ ഡിവി എന്നുള്ളൊരു പ്ലാന്റ് ഒരു വർഷത്തിൻ്റെ മേലെയായി സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിങ്ങനെ വലിയൊരു മരം നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മഴയിൽ കുളിച്ച് നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഡിവി ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിട്ട് അവിടുന്ന് വീഡിയോ എടുത്തതാണേ. നല്ല ഭംഗിയായിട്ട് നല്ല കരിമ്പച്ച ഇലയും ഇളം പച്ച ഇലയൊക്കെ മിക്സ് ചെയ്തിട്ട് നിൽക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ. അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കേട്ടോ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഈ മരം ഇത്രയും പന്തലിച്ച് നിൽക്കുന്നത് കട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ മഴക്കാലത്ത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ അടുത്ത വേനൽക്കാലം വരുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് കഴിയും. വളരെ നൈസായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇലകളാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും ഞാൻ ഈ വീടിൻ്റെ ഫ്രണ്ടിലൂടെ എൻ്റെ 2 വീലറുമായിട്ട് പോവാറുണ്ട്. പക്ഷേ ഇത് റോഡ് സൈഡിലായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ വീഡിയോ എടുത്ത് വരുമ്പോഴായിരിക്കും ചറപറാന്ന് പറഞ്ഞിട്ട് വണ്ടികൾ 2 ഭാഗത്തുനിന്നും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പെൻഡിങ്ങിലാക്കി നാളെ എടുക്കാം എന്ന് കരുതി ഇങ്ങനെ നീട്ടി പോയതാണ്. ഇപ്പം മഴയായപ്പോൾ അധികം വണ്ടികളൊന്നുമില്ല. നല്ല മഴയത്ത് എടുത്തൊരു വീഡിയോ ആണേ. ഡിവി വാങ്ങിക്കുന്നവരടുത്ത് നമ്മൾ പ്രത്യേകം പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ തറയിൽ നിന്നും കുറച്ച് അകത്തി, അതായത് മതിലിനോടൊക്കെ ചേർത്ത് വെക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ മരമായിട്ട് വളരുന്നതാണ് കേട്ടോ അത്. പിന്നെ ഈ കാണുന്നൊരു ഡിവിയുടെ വൃക്ഷം എന്ന് പറയുന്നത് ഒരു 6 വർഷത്തിന് മേലെ വളർച്ച എത്തിയിട്ടുള്ളതാണേ. ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു വീഡിയോ കൊണ്ട് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും നല്ല ചൂട് ആയി വരുന്ന സമയത്താണ് തണലിന് വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആദ്യമായിട്ട് യൂട്യൂബിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മുടെ അടുത്ത് നിന്ന് പ്ലാന്റ് എടുത്ത ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ നമ്മളൊരു കാര്യം പറയാണ്, ഇത് ഡിവി നമുക്ക് മഴക്കാലത്താണ് കേട്ടോ ഏറ്റവും വെച്ച് പിടിപ്പിക്കാനായിട്ട് എളുപ്പമുള്ളത്. നമ്മൾ നല്ല വേനൽക്കാലം ആകുമ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു ഗ്രോ ബാഗിനകത്ത് നടണം, എന്നിട്ട് തണലിൽ വെക്കണം. ചെടി പിടിച്ച് കിട്ടുന്നത് വരെ നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം. അത് കഴിഞ്ഞ് ചെടി സെറ്റായി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ തടം, ഇപ്പം നമ്മൾ ഈ ഒരു വൃക്ഷം കണ്ടില്ലേ, തെങ്ങും തൈയൊക്കെ നടുന്ന രീതിയിൽ വലിയൊരു ആഴത്തിൽ തടമൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഇറക്കി വെക്കണം. അങ്ങനെ ഘട്ടങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്സ് കട്ട് ചെയ്ത് കളയാം. ഗ്രോ ബാഗിനകത്തോ തണലിലോ ഒന്നും വെക്കണ്ട. നമുക്ക് എവിടെയാണോ വെക്കാൻ താല്പര്യമുള്ളത് ആ ഒരു ഭാഗത്ത് ഡയറക്റ്റ് നമുക്ക് വലിയൊരു തടം എടുത്തിട്ട് കൊണ്ടുവയ്ക്കാം കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വെള്ളം എടുത്ത് ഒഴിക്കണ്ട. പക്ഷെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും പ്രകൃതിയിൽ നിന്ന് മഴയായിട്ട് കിട്ടുന്ന വെള്ളവും ചെടികൾക്ക് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു മഴ കൊണ്ടാൽ തീരാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ എത്രയെല്ലാം വെള്ളം ഒരു കപ്പിനകത്ത് എടുത്ത് ഒഴിച്ചു കൊടുത്താലും തീരില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി എല്ലാവരും മഴ വരുന്ന സമയത്ത് ചെടികളെല്ലാം വാങ്ങിച്ചു വെക്കുന്നത്. പിന്നെ അതുമല്ല, ഞാൻ പറഞ്ഞു അത്യാവശ്യം നല്ല വലിയ തടം എടുക്കണമെന്ന്. നമുക്ക് വേനൽക്കാലത്താവുമ്പോൾ എല്ലായിടത്തും ഉണങ്ങി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് നല്ല വലിയ ആഴത്തിൽ തടം എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ മഴക്കാലത്തായതുകൊണ്ട് തന്നെ മണ്ണും എല്ലാം നന്നായിട്ട് നനഞ്ഞ് കിടക്കുക പോലോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മണ്ണെല്ലാം മാറ്റി പുതിയ വലിയ തടമൊക്കെ എടുത്തിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, 750 പ്ലാന്റ്സ് ആണ് ഈ ഒരാഴ്ചത്തെ നമുക്കിവിടെ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഇനി കാര്യമായിട്ടുള്ള യാതൊരു വളപ്രയോഗം ഇതിന് വേണ്ട. നമ്മുടെ വീട്ടിൽ ഉള്ള മറ്റു മരങ്ങൾ എങ്ങനെയാണോ വളരുന്നത് അതേ രീതിയിൽ ഇതും വളർന്നോളൂ കേട്ടോ. കാരണം ഡിവി വാങ്ങിക്കുമ്പോൾ പലരും ചോദിക്കാണ്ട് ഇതിന് എന്താണ് വളം കൊടുക്കേണ്ടതെന്ന്. അപ്പം ഞാൻ പറയും, നമ്മൾ സാധാരണ ചട്ടിയിലകത്ത് നട്ടുവെക്കുന്ന ചെടിയല്ല ഇത്. ഇതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം അത് മണ്ണിൽ നിന്നും വലിച്ചെടുത്തിട്ട് താനേ വളർന്നോളും. നല്ല മഴക്കാലം വരുമ്പോൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 അടിക്ക് മേലെ, 3 അടിക്കും 5 അടിക്കും ഇടയിലാണ് കേട്ടോ അത് ഹൈറ്റ് വരുന്നത്. പിന്നെ ഇത് നമുക്കൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നല്ല ബ്രാഞ്ചസ് ആയിട്ട് പോവുള്ളൂ. ഇതിപ്പോൾ 1 വർഷത്തിൻ്റെ മേലെ വളർച്ച എത്തിയിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ചെടിയുടെ വില നമുക്ക് 220 രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ. ഷിപ്പിംഗ് ചാർജ് നമുക്ക് 100 രൂപ, 120 രൂപ, 140 രൂപയൊക്കെ വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നല്ല ഹൈറ്റ് വരുന്നത് കൊണ്ടാണ്. നല്ല ചൂട് ലഭിക്കുന്ന ഏരിയയിൽ താമസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു തണൽ മരമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.
പിന്നെ നമുക്ക് വീടുകളിൽ മാത്രമല്ല സ്കൂള്, കോളേജ് ഗ്രൗണ്ടുകൾ, അങ്ങനെ നമുക്ക് തണൽ എവിടെയാണോ ആവശ്യം അവിടെയൊക്കെ ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഡിവിഡിയുടെ ഇലകൾ കണ്ടില്ലേ, എന്തൊരു അടുപ്പത്തിലാണല്ലേ നിൽക്കുന്നത്. അതും നല്ല ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനിൽ. ഈ ലൈറ്റ് ഗ്രീൻ ഇതിൻ്റെ തളിരിലകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നല്ല മഴയാണെങ്കിലും അന്നത്തെ ഓർഡറുകൾ മാക്സിമം നമ്മൾ അന്നാന്ന് തന്നെ അയച്ചു തീർക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും കാറ്റും മഴയൊക്കെ ആവുന്ന ഒരു സന്ദർഭങ്ങളിൽ മാത്രമാണ് കേട്ടോ നമ്മൾ അയക്കാതിരിക്കുന്നത്. അത് നമ്മൾ കസ്റ്റമറിനെ വിളിച്ച് പറയുകയും ചെയ്യാറുണ്ട്. റീറ്റെയിലായും ഹോൾസെയിലായിട്ടും നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നുണ്ട്. 10 പ്ലാൻസിന് മേലേക്ക് എടുക്കുന്നവർക്കാണ് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ. അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.